ഹായ് ഹലോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഒരു യെല്ലോ കളർ A4 ഷീറ്റിൻ്റെ പാതി ഭാഗമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പേപ്പറിനെ ഒരു കോൺ പോലെ ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. മുഴുവനായിട്ടൊന്നും വേണ്ട കേട്ടോ, ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുത്ത് എന്തുണ്ടാക്കാൻ പോവാന്നറിയോ? നമ്മുടെ കരയിലെ ഏറ്റവും ടോളസ്റ്റ് ആനിമലിനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരാന്നറിയോ? നമ്മുടെ നീളം കഴുത്തുള്ള ജിറാഫ് തന്നെ. ഇങ്ങനെ കോൺ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ഭാഗം ആയി. ഇനി നമുക്ക് ഇതിൻ്റെ തലയുടെ ഭാഗം കൂടി വരച്ച് കട്ട് ചെയ്ത് എടുക്കണം. തലയുടെ ഭാഗം ഏകദേശം ഒരു ഓവൽ ഷേപ്പിൽ, അതായത് ഏകദേശം ഒരു മുട്ടയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് വരച്ചെടുക്കേണ്ടത്. ഒപ്പം 2 ചെവികൾ കൂടി വരച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ 2 ക്യൂട്ടായിട്ടുള്ള കണ്ണുകൾ വരച്ചു കൊടുക്കുക. കണ്ണുകൾ വരച്ചു കൊടുക്കുമ്പോൾ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാണ്ട് ഒരിത്തിരി ഭാഗം വിട്ടാൽ നമുക്ക് കണ്ണുകൾ തിളങ്ങുന്നത് പോലെ തോന്നും. വായിൻ്റെ ഭാഗം ഒരു വൈറ്റ് കളറിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വൈറ്റ് പേപ്പറിലാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. അത് വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു പോർഷനിലേക്ക് നാവും മൂക്കും വായും ഒക്കെ വരച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ജിറാഫിനെ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അല്ലാത്തവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചലഞ്ച് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് ഓരോ കാര്യവും ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പം നമ്മുടെ ജിറാഫിൻ്റെ തലയുടെ ഭാഗം റെഡി ആയിട്ടും എന്തോ ഒരു കുറവില്ലേ? അതെ, 2 ആൻറ്റിനയുടെ കുറവില്ലേ? അതെ, 2 കൊമ്പുകളുടെ കുറവില്ലേ? അതുകൂടി നമുക്ക് കട്ട് ചെയ്ത് എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ബാക്കി കണ്ടീഷൻസും ഒക്കെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ജിറാഫിൻ്റെ തലയുടെ ഭാഗമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു കോൺ ഷേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇനി എന്ത് വേണം? കുറച്ച് പുള്ളികളുടെ കുറവില്ലേ? പുള്ളികൾ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ഓറഞ്ച് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് അതിനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒട്ടിക്കൽ പരിപാടികൾ കൂടി കഴിഞ്ഞാൽ നമ്മളെ ജിറാഫ് റെഡി. വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് അല്ലേ? അപ്പോൾ ഇവരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വളരെ സിമ്പിൾ ആൻഡ് ക്യൂട്ടായിട്ടുള്ള വർക്കാണ്. ട്രൈ ചെയ്ത് നോക്കണേ.